ഇന്ന് രാവിലെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രണ്ട് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു പോസ്റ്റാണ്. സ്രാവ് കഴിച്ചാൽ ക്യാൻസർ വരില്ലേ, കടലിലെ കൊമ്പൻ നിസ്സാരക്കാരനല്ല. അതായത് നമ്മളെ ലക്ഷ്മി തിരു മുള്ളാത്ത തുടങ്ങിയ ഒരുപാട് ഐറ്റംസിന് ശേഷം ഒരു പുതിയ ഐറ്റമാണ് ഈ സ്രാവ് കഴിച്ചാൽ ക്യാൻസർ വരില്ല എന്നുള്ളത്. ഈ സ്രാവിന് സാധാരണ ക്യാൻസർ വരില്ല എന്നൊരു സംസാരമുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് സ്രാവിൻ്റെ കാർട്ടിലേജിലാണ് എന്തോ ആൻറ്റി ക്യാൻസർ മരുന്നുകളുള്ളത് എന്നുള്ള രീതിയിൽ ആളുകൾ പറഞ്ഞ് പരത്താൻ തുടങ്ങിയത്. സ്രാവിന് ക്യാൻസർ വരും, സ്രാവിന് ക്യാൻസർ വന്നിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ഒന്നാമത് അത് തെറ്റാണ്. രണ്ടാമത്തത് സ്രാവിൻ്റെ കാർട്ടിലേജ് ക്യാൻസറിന് എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കാർട്ടിലേജിൽ നിന്നുള്ള ഒരു ഗ്ലൈക്കോപ്രോട്ടീൻസ്, ഫിനാസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഗ്ലൈക്കോപ്രോട്ടീനിലാണ് നമ്മളെ ആൻറ്റി ആൻജിയോജനസിസ്, പുതിയ രക്തക്കുഴൽ ഉണ്ടാക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ചില ഇഫക്റ്റുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് പഠന വിധേയമാക്കിയപ്പോൾ ഒരു ക്യാൻസറിലും ഒരു തരത്തിലുള്ള ഇഫക്റ്റും ഈ സ്രാവിൻ്റെ കാർട്ടിലേജിനോ അതിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റിനോ ഇല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചില ലാബ് സ്റ്റഡിയിൽ ബ്ലഡ് വെസൽ ഉണ്ടാകുന്നതിനെ തടയുന്നതിന് സ്രാവ് പ്രൊഡക്ട്സ്, സ്രാവ് കാർട്ടിലേജ് ഹെൽപ്ഫുൾ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതിനോ യാതൊരു തെളിവുകളില്ല. 2005 ഒരു റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾക്ക്, ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ആളുകൾക്ക് സ്രാവിൻ്റെ കാർട്ടിലേജ് എക്സ്ട്രാക്റ്റ് കൊടുത്തു. വേറെ കുറേ ആളുകൾക്ക് ചുമ്മാ പ്ലാസിബോ, അതായത് മരുന്നെന്നുള്ള രീതിയിൽ ഒരു ടാബ്ലറ്റ്, പ്രത്യേകിച്ചൊന്നും അടങ്ങിയിട്ടില്ലാത്ത ടാബ്ലറ്റും കൊടുത്തു. അതിൽ നിന്ന് മനസ്സിലായത് സ്രാവിൻ്റെ കാർട്ടിലേജ് ഉപയോഗിച്ചത് കൊണ്ട് ഒരു തരത്തിലുള്ള ബെനിഫിറ്റും ക്യാൻസർ പേഷ്യൻസ് ഇല്ല എന്നാണ്.